സൗമ്യ വധക്കേസിൽ സംസ്ഥാന സർക്കാരും സൗമ്യയുടെ അമ്മയും നൽകിയ പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതിയിൽ അല്പസമയത്തിനകം വാദം തുടരും. അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാവുക. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബെഞ്ച് വൈകുന്നേരം 3 മണിക്ക് അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിൽ നിന്നും പൊതുവിൽ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. സുഭാഷ്, ഇക്കാര്യത്തിൽ ഈ 4ാമത്തെയും 40ാമത്തെയും സാക്ഷി മൊഴിയും ശരീരത്തിലെ 2 മുറിവുകളും കൂടി പരിഗണിച്ചായിരുന്നല്ലോ യഥാർത്ഥത്തിൽ വധശിക്ഷ ഒഴിവാക്കി കൊടുത്തത്. ഇതിനെ സമർത്ഥിക്കാൻ, സാധൂകരിക്കാൻ ഇന്ന് സാധിക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെയാകുമെന്നാണ് കരുതാനാവുക? അരുൺ, സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കോടതി ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയും അതോടൊപ്പം തന്നെ സൗമ്യയുടെ അമ്മയ്ക്ക് വേണ്ടിയും ഹാജരാകുന്ന അഭിഭാഷകർ ഏത് തരത്തിലുള്ള മറുപടിയാകും പറയാൻ അവർക്ക് സാധിക്കുക, ഏത് തരത്തിലായിരിക്കും ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച സമയത്തും അന്ന് അറ്റോർണി ജനറൽ ഈ കേസിനകത്ത് ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അന്ന് ഹാജരാകാൻ സാധിക്കാതിരിക്കുകയും അവസാന നിമിഷം സുപ്രീം കോടതിയിലെ മറ്റൊരു മുതിർന്ന അഭിഭാഷകനായ KTS തുളസിയെ ഈ കേസിൽ ഹാജരാകാൻ വേണ്ടി അറ്റോർണി ജനറലിന് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് തന്നെ അവസാന നിമിഷമാണ് KTS തുളസിയെ ഈ കേസ് ഹാജരാകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ചത്. ആ സാഹചര്യത്തിൽ വളരെ പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് വളരെ മണിക്കൂറുകൾക്കകത്താണ് അദ്ദേഹത്തിന് ഈ കേസിന്റെ വിശദാംശങ്ങൾ പഠിച്ച് കോടതി മുമ്പാകെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് കോടതിക്കകത്ത് ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വന്ന സമയത്ത് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടിയും സൗമ്യയുടെ അമ്മയ്ക്ക് വേണ്ടിയും ഹാജരായ അഭിഭാഷകർക്ക് സാധിക്കാതെ പോവുകയും കൂടുതൽ സമയം കേസ് പഠിക്കുന്നതിനും അതോടൊപ്പം തന്നെ സമാനമായ വിധികൾ പഠിക്കുന്നതിനും വേണ്ടി ഏറ്റവും ഒടുവിൽ വന്ന വിധി ഉൾപ്പെടെയുള്ളവ പഠിക്കുന്നതിനും വേണ്ടി കൂടുതൽ സമയം ചോദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് കേസ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അറ്റോർണി ജനറൽ കൂടി ഹാജരാകുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ കോടതിയുടെ ചോദ്യങ്ങളെ നമുക്ക് മറുപടി പറയാൻ സാധിക്കുക, ഏത് തരത്തിലായിരിക്കും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് കാത്തിരുന്നു കാണേണ്ടത്. ഏതൊക്കെ തരത്തിൽ ഈ കേസിന്റെ പൂർണ്ണമായ രേഖകൾ നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസിന്റെ രേഖകൾ പൂർണ്ണമായും വായിച്ചു നോക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ കേസിന്റെ ഒരു കക്ഷിയായ അഭിഭാഷകൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസിന്റെ പൂർണ്ണമായ രേഖകൾ നേരത്തെ ഉള്ള കീഴ്ക്കോടതി മുതലുള്ള കേസിന്റെ രേഖകൾ പൂർണ്ണമായും പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതിന്റെ വിവിധ വിധിപ്പകർപ്പുകളും അതോടൊപ്പം തന്നെ കോടതിക്കകത്ത് നടക്കുന്ന വാദങ്ങളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ കൃത്യമായി മറുപടി പറയുന്നതിനാവശ്യമായ രേഖകൾ നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾക്കകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടത്. അതിന് കോടതിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ബോധ്യപ്പെടുത്താവുന്ന മറുപടികൾ നൽകാൻ സാധിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോവിന്ദചാമിക്ക് ഈ വധശിക്ഷ എന്നതിനപ്പുറത്ത് ഗോവിന്ദചാമി മരണത്തിന് കൂടി, കൊലപാതകത്തിന് കൂടി കുറ്റക്കാരനാണ് എന്ന തരത്തിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സുഭാഷ്, ഒരു കാര്യം കൂടി, കാരണം ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിനെ സംബന്ധിച്ച് നമുക്ക് മുൻവിധികൾ സാധ്യമല്ല എങ്കിൽ പോലും ഇക്കാര്യത്തിൽ നിലവിൽ പ്രാരംഭവാദം നടന്നതുകൊണ്ട് തന്നെ ഇനിയൊരു മാറ്റിവെക്കൽ ഉണ്ടാകുമോ? അഥവാ നിഷേധിച്ചാൽ തന്നെ ഇനിയൊരു സാധുത ഇക്കാര്യത്തിൽ എന്താണ്? അങ്ങനെ ഉണ്ടോ, അതോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണോ? അരുൺ, തീർച്ചയായും ഇന്ന് കേസ് വീണ്ടും മാറ്റിവെക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ നേരത്തെ ഇതിനകത്ത് കഴിഞ്ഞ 7-ാം തീയതി കേസ് വന്ന സമയത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേസുകൾക്കകത്ത് കേസ് കേൾക്കേണ്ടത്, അതിന്റെ അപ്പീൽ കേൾക്കേണ്ടത് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ സാധാരണ 2-അംഗ ബെഞ്ചാണ് ഇരിക്കാറ് എന്നുള്ളത് കൊണ്ടും 3-അംഗ ബെഞ്ച് പ്രത്യേകമായി ഇത്തരം കേസുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കാറുള്ള സാഹചര്യത്തിൽ ഈ റിവ്യൂ പെറ്റീഷൻ വന്ന സമയത്ത് ഇത് കേൾക്കാൻ വേണ്ടി പ്രത്യേകമായി അന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ 3-അംഗ ബെഞ്ച് ഇരിക്കുകയാണ് ഉണ്ടായത്. അന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ട സമയത്ത് ആദ്യം സുപ്രീം കോടതി വളരെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ഗൊഗോയ്, ഈ ബെഞ്ചിന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് ഗൊഗോയ് വളരെ ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഇനി കൂടുതൽ സമയം നൽകാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള നിലപാടെടുത്ത് പോകുന്നുണ്ടായി. കാരണം ഞങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ താല്പര്യപ്രകാരം ഈ കേസ് തുറന്ന കോടതിയിൽ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ 3 ആളുകൾ സമയം തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ സമയം ചോദിക്കുകയാണ് എന്നുള്ള തരത്തിലേക്ക്, വളരെ കുറ്റപ്പെടുന്ന തരത്തിലേക്ക് തന്നെ ആദ്യം സമയം അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നത്. പിന്നീട് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളുടെ ഭാഗമായാണ് ഇന്നത്തേക്ക് കേസ് വീണ്ടും മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരും ഏതെങ്കിലും തരത്തിൽ കേസ് വീണ്ടും മാറ്റിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേക ചില സവിശേഷമായ സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ മാത്രം
ഈ കേസ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇതിനകത്തുള്ള വാദം ഉണ്ടാകും, ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയ രീതിയിൽ 101% ഉറപ്പുള്ള തരത്തിലേക്കുള്ള തെളിവുകളും മറുപടികളും നമുക്ക് ഹാജരാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിനകത്ത് നമുക്ക് അനുകൂലമായുള്ള അല്ലെങ്കിൽ നമുക്ക് അനുകൂലം എന്നല്ല, ഇതിനകത്ത് കേരളം പ്രതീക്ഷിക്കുന്ന കേരളീയ സമൂഹത്തിനകത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിധി ഉണ്ടാകുകയുള്ളൂ. ഈ തരത്തിൽ ഇനി സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷനും തള്ളുകയാണെങ്കിൽ പിന്നീട് മുന്നിലുള്ളത് ക്യൂറേറ്റീവ് പെറ്റീഷൻ, തെറ്റുതിരുത്തൽ ഹർജി നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് റിവ്യൂ പെറ്റീഷനേക്കാൾ തുലവും വളരെയധികം സാധ്യത പരിമിതമായ ഒരു നടപടിയാണ്. എങ്കിൽ പോലും ഒരു നടപടി കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. തെറ്റുതിരുത്തൽ ഹർജി എന്നുള്ള ഒരു തെറ്റുതിരുത്തൽ പെറ്റീഷൻ എന്നുള്ള ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്നുള്ള ഒരു നടപടി കൂടി ഇതിനു മുന്നിൽ ബാക്കിയായി നിൽക്കുന്നുണ്ട്. അതെ, തുടർഘട്ടങ്ങളിൽ പക്ഷേ ജയത്തിനുള്ള സാധ്യതകൾ കൂടി കുറവാണ് എന്ന നിയമസൂചന കൂടിയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ദില്ലിയിൽ നിന്ന് തരുന്നത്. സൗമ്യയുടെ അമ്മയോട് ഒരിക്കൽ കൂടി, അമ്മയും ഒരുപക്ഷെ ഈ അവസരത്തിൽ കേസ് പരിഗണിക്കുകയായിരിക്കും കോടതി എന്നാണ് നിലവിൽ ദില്ലിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ശിക്ഷ വിധിക്കാനാവൂ എന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് കോടതി. എന്താണ് ഈ അവസാന നിമിഷം പ്രതീക്ഷിക്കുന്നത്? എല്ലാ തെളിവുകളും അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. ട്രെയിനിൽ നിന്ന് ഒരു കുട്ടിയുടെ ഒരു ബലഹീനതയായ ഒരു കുട്ടിക്ക് അതിൻ്റെ അകത്ത് നിന്ന് എന്തായാലും എടുത്തു ചാടാൻ കഴിയില്ല. ആ കുട്ടീനെ ഉന്തിയിട്ടാൽ തന്നെയല്ലേ അങ്ങനെ വീഴാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയെല്ലാം തെളിവുകൾ അവിടെ നികത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തായാലും നീതി കിട്ടട്ടെ, ഇത് കഴിയട്ടെ, എന്നിട്ടാവാം. കണ്ണുകെട്ടിയ നീതി ദേവതയ്ക്ക് മനസ്സിലാവണമെങ്കിൽ അതിനുമപ്പുറം ചില വസ്തുതകളും തെളിവുകളും കൂടി നൽകണം അമ്മേ. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സവിശേഷത. അവിടെയാണ് ഒരർത്ഥത്തിൽ നമ്മൾ ജയിക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതും. കൂടെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കൂടി അങ്ങേയറ്റം മാനസികമായി സങ്കടമുണ്ട്. എങ്കിലും പൊതുവിലെ ഒരു സാഹചര്യം പരിഗണിച്ച് ചോദിച്ചു എന്ന് മാത്രമാണ്. ചിന്ത ഒരുപക്ഷെ ഈ അവസരത്തിൽ കേസ് പരിഗണിക്കുകയായിരിക്കും കോടതി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ സാധ്യതകൾ എന്ന് കോടതി തള്ളുകയാണെങ്കിൽ തുലവും തുച്ഛമാണ് എന്നാണ് ഇതിൻ്റെ നിയമവശം കൂടി പരിഗണിച്ച് പറയാനാവുന്നത്. എങ്ങനെയാണ് പൊതുവിലെ സാഹചര്യങ്ങളെ വിശേഷിപ്പിക്കുക? ചിന്ത നമ്മുടെയൊക്കെ ഒരു താല്പര്യമനുസരിച്ചുള്ള, അതായത് സൗമ്യയുടെ പക്ഷത്തു നിന്നും സൗമ്യയ്ക്ക് നേരിടേണ്ടി വന്ന വേദന, സൗമ്യയുടെ കുടുംബം അനുഭവിക്കുന്ന വേദന, കേരളത്തിലെയും പൊതുവായി സ്ത്രീ സമൂഹത്തിനുണ്ടായ അപമാനം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വിധി തന്നെ ആവട്ടെ എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ ലാസ്റ്റ് മൊമെന്റിൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഇനി വരുന്ന കാലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പെൺകുട്ടികളെ എത്രത്തോളം ശക്തരായി വളർത്തണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇങ്ങനെയുള്ള വിധിയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിചാരണകളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. ഓരോ പെൺകുട്ടിയെ വളർത്തുമ്പോഴും ആ കുട്ടിയെ എങ്ങനെ പ്രതിസന്ധികൾ നേരിടാം. എപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആയുധം കയ്യിൽ കൊണ്ട് നടക്കുന്നത് പെൺകുട്ടികൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. ആയോധന കലകൾ പോലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ചില സമയത്ത് നമുക്ക് പഠിച്ച ആയോധന കലകൾ പോലും ചിലപ്പോൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത് നിൽക്കുക. ഏതൊരു പെൺകുട്ടിയും എല്ലാ പ്രതിസന്ധിയെയും എങ്ങനെയാണ് ഞാൻ നേരിടേണ്ടത്, ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും എങ്ങനെയൊക്കെയാണ് നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കേണ്ടത് എന്ന് അമ്മമാർ മക്കളെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനിലേക്ക്, ദില്ലിയിലേക്ക്. സുഭാഷ്, ഓരോ കേസുകളും മറ്റൊന്നിനെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ സ്വാധീനിക്കുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്യുകയും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ.
ഇവിടെ സൗമ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ചില ബാക്ക് ബൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നത് നിയമവൃത്തങ്ങളിൽ നിന്ന് തന്നെ. ഈ കേസിനെ സംബന്ധിച്ച് പോസിറ്റീവായി ഒരു വിധി ഉണ്ടാവുകയാണ് എങ്കിൽ ഇതുപോലെ നിരവധി അനവധിയായ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്, അവയ്ക്കും അനുകൂലമായ വിധി നൽകേണ്ടി വരും എന്നാണ് ഒരു കേട്ടുകേൾവിയാണ് നിയമവശങ്ങളിൽ നിന്ന്. എങ്ങനെയാണ് അതിനെ വിശദീകരിക്കാനാവുക? അതിൽ വസ്തുതയുണ്ടോ? തീർച്ചയായും അരുൺ, സുപ്രീം കോടതി ഒരു കേസിനകത്ത് എടുക്കുന്ന നിലപാടുകൾ അത് തീർച്ചയായും ഒരു പ്രീസിഡന്റായി എടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കേസിന് അത് താഴെ കോടതികൾ സുപ്രീം കോടതിയുടെ വിധി ബൈൻഡിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഹൈക്കോടതികളിലേക്കും അതോടൊപ്പം തന്നെ താഴെയുള്ള വിചാരണ കോടതികൾക്കും എല്ലാം തന്നെ ഈ തീരുമാനം ഈ കേസിനകത്തല്ല ഏത് കേസിനകത്തും സുപ്രീം കോടതി എടുക്കുന്ന ഒരു തീരുമാനം അത് താഴെ കോടതികൾക്ക് ബൈൻഡിംഗ് ആണ്. സ്വാഭാവികമായും ഇതിന് സമാനമായ കേസുകൾ താഴെ കോടതികളിൽ ഭാവിയിൽ ഉയർന്നു വരുന്ന സമയത്ത് ഈ സൗമ്യ കേസിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും ആ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇത്തരമൊരു തീരുമാനം എടുത്തിരുന്നുവെന്നും അതേ സമാനമായ സാഹചര്യമുള്ള ഈ കേസിനകത്തും ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ കേസ് മറ്റ് കേസുകൾ ഭാവിയിൽ ഉയർന്നു വരുന്ന സമയത്ത് വാദിക്കാൻ ഇടയായേക്കാം. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലും ഇക്കാര്യത്തിനകത്ത് ഇത് സമാനമായ കേസുകൾ വരുന്ന സമയത്ത് നേരത്തെ ഒരു സുപ്രീം കോടതിയുടെ ബെഞ്ച് ഇത്തരമൊരു കേസിനകത്ത് ഒരു ക്രിമിനൽ അപ്പീലിനകത്ത് ഇത്തരത്തിലൊരു തീരുമാനം വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതും പിന്നീട് അതിനകത്ത് ഈ കേസിനകത്ത് സുപ്രീം കോടതി എടുത്തൊരു തീരുമാനം തെറ്റാണെന്ന് ഭാവിയിൽ കണ്ടെത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ വേറൊരു കേസിനകത്ത് കണ്ടെത്തിയാൽ മാത്രമേ അത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രീസിഡന്റായി ഇതൊരു നടപടിയായി അല്ലെങ്കിൽ ഒരു തുടർച്ചയായി വരാനുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകൾക്കകത്തെല്ലാം തന്നെ സുപ്രീം കോടതി വളരെ വളരെ ഗൗരവപൂർവ്വവും വളരെ എന്താ പറയുക ശ്രദ്ധിച്ചും ഇത്തരത്തിലുള്ള വിധി പ്രസ്താവങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അത് താഴെ മറ്റു കോടതികളിലേക്കും സുപ്രീം കോടതിയിലും തന്നെ ബൈൻഡിംഗ് ആയി വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ വളരെ സസൂക്ഷ്മമായി തന്നെ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കണം. സുഭാഷ്, ഈ ആർട്ടിക്കിൾ 21 പ്രകാരം ലഭിക്കുന്ന ഒരു പൗരന് ലഭിക്കാവുന്ന പൗരസ്വാതന്ത്ര്യം പരിഗണിച്ചുകൊണ്ട് കൂടിയുള്ള വിധിയായിരുന്നല്ലോ ഇത്. അതായിരുന്നല്ലോ ഗോവിന്ദചാമിക്ക് ലഭിച്ചത്, സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ അടക്കം. അതിന്റെ നിർവചനങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ്? തീർച്ചയായും അരുൺ, ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ 14 21 ഉൾപ്പെടെയുള്ള ഏറ്റവും മൗലികമായുള്ള അവകാശങ്ങൾ എന്നുള്ള പൗരന് ജീവിക്കാനുള്ള അവകാശം, അതോടൊപ്പം തന്നെ പൗരന് നിയമപരമായുള്ള സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള അവകാശങ്ങളാണ് 14 21 19 ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ വ്യവസ്ഥകൾക്കകത്ത് ഉൾപ്പെടുന്നത്. ഇതിനകത്ത് കൃത്യമായി നേരത്തെ നമ്മുടെ ഭരണഘടനയും അതോടൊപ്പം തന്നെ നിയമവൃത്തങ്ങളും എല്ലാം നിയമ സംവിധാനങ്ങളും എല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ചട്ടക്കൂടുണ്ട്. അതിന് നേരത്തെ അരുൺ തന്നെ ആവർത്തിച്ച് പലതവണയും സൂചിപ്പിച്ച 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തരത്തിലേക്കുള്ള ചില നിർവചനങ്ങളൊക്കെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്നതും ഈ ഇത്തരത്തിലുള്ള ഈ ഭരണഘടനയുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. തീർച്ചയായും നേരത്തെ ഈ കേസിനകത്ത് തന്നെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ തന്നെ 101% ഈ തെളിവുണ്ടെങ്കിൽ മാത്രമേ, ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞു, ഒരു കേസിനകത്ത് വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയാണ്, ഒരു മനുഷ്യന്റെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ പറഞ്ഞത്, ഞങ്ങളൊരു മനുഷ്യന്റെ ജീവൻ എടുക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, അതിനുള്ള ഒരു വിധിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഭാവിയിൽ ഞങ്ങളെ വേട്ടയാടാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണം. 100% അല്ലെങ്കിൽ 101% ഞങ്ങളുടെ മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അത്തരം ഒരു വിധി എഴുതാൻ സാധിക്കൂ എന്നാണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കഴിഞ്ഞ ദിവസം കോടതി മുറിക്കകത്ത് പറഞ്ഞത്. അപ്പോൾ ഈ കോടതിയിൽ കേസ് കേൾക്കുന്നതും വിധി പ്രസ്താവം നടത്തുന്നതും എല്ലാം മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മനസാക്ഷിയെ കൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത്തരം ഒരു വിധി എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ ഇനി ഗോവിന്ദചാമിക്ക് അപ്പീൽ പോകാൻ മറ്റു കോടതികളില്ല. പിന്നെ ഗോവിന്ദചാമിക്ക് ശേഷിക്കുന്നത് പ്രസിഡന്റിന്റെ ദയാഹർജി എന്നുള്ളൊരു അവസരം മാത്രമാണ്. അപ്പോൾ ഇത്തരം ഒരു വധശിക്ഷയിലേക്ക് ഗോവിന്ദചാമിക്ക് എത്തണമെങ്കിൽ, ഗോവിന്ദചാമിക്കെതിരായി വധശിക്ഷ വിധിക്കണമെങ്കിൽ ഈ കേസ് കേൾക്കുന്ന 3 ജഡ്ജിമാരെങ്കിലും അവർക്ക് ഭാവിയിൽ അവർക്ക് കുറ്റബോധം തോന്നാത്ത രീതിയിലേക്ക് അവരെ സമ്മതിപ്പിച്ചെടുക്കാവുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഹാജരാക്കാനും
വാദങ്ങൾ നിരത്താനും സാധിച്ചാൽ മാത്രമേ നമുക്ക് അക്കാര്യങ്ങൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക്, ഇത്തരമൊരു ശിക്ഷയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് ഈ കേസിനകത്ത് മാത്രമല്ല, ഏത് കേസിനകത്തായാലും വധശിക്ഷ എന്ന് പറയുന്നത് 100% അതല്ലെങ്കിൽ പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നൽകാൻ സാധിക്കൂ എന്നുള്ളൂ എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേസിനകത്ത് വളരെ ചെറിയതാണെങ്കിലും നമ്മളൊക്കെ തന്നെ ഒരു ചെറിയ എന്ന് നമുക്കൊക്കെ പലപ്പോഴും ഇതൊരു ചെറിയ സംശയമല്ലേ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള സംശയമാണെങ്കിൽ പോലും അതൊരു സംശയമാണ്. ആ സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കാൻ ഈ കേസിനകത്തെ പ്രതിക്ക് അർഹതയുണ്ട് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ, സംശയത്തിന്റെ ആ വലിയ ആനുകൂല്യമാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദചാമിക്ക് ലഭിച്ചതും ഗോവിന്ദചാമിയെ തൂക്കുകയറിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത്. സൗമ്യ കേസ് സുപ്രീം കോടതി ഒരുപക്ഷെ ഈ അവസരത്തിൽ പരിഗണിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് നിലവിൽ കരുതേണ്ടിയിരിക്കുന്നത്. ചിന്ത, ഇവിടെ നീതിന്യായ കോടതിയുടെ ന്യായം ആർക്കൊപ്പമാണ്, അന്യായം ആർക്കൊപ്പമാണ് എന്ന സ്വാഭാവികമായ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ടോ ഈ വലിയ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ? കുറച്ച് നാളുകളായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. അതിൽ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാമല്ലോ. അതെ, ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നീതിയും ന്യായവും ലഭിക്കേണ്ട ആളുകൾക്ക് ലഭിച്ച ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കുന്ന ഘട്ടങ്ങളിലാണ് ഇതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങളും ചർച്ചകളും ഒക്കെയായി മാറുന്നത്. തീർച്ചയായിട്ടും ഏതാനും നിമിഷങ്ങൾക്കറിയാം, അധികം സമയമില്ലാതെ തന്നെ നമുക്കറിയാം എന്തായി തീരുമെന്നുള്ളത്. സൗമ്യക്ക് അനുകൂലമായൊരു വിധി തന്നെ വരട്ടെ എന്ന പ്രതീക്ഷയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇക്കാര്യത്തിൽ ഈ ഗോവിന്ദചാമിയെ കാലപുരിക്ക് അയച്ചത് കൊണ്ട് മാത്രം എല്ലാത്തിനും പ്രശ്നമാകുമെന്ന് കരുതുന്ന ഒരു പുരുഷ സമൂഹമാണോ നമ്മുടേത്? അല്ലെങ്കിൽ തന്നെ ഇതിനെന്ത് പ്രതിവിധി എന്ന വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഗോവിന്ദചാമി നമ്മൾ ഒരു മിറക്കിൾ സംഭവിക്കും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കാം എന്നല്ലാതെ ഇതിനൊരു ഭാവിയിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വയം പ്രാപ്തരാവുക എന്നതാണ്. പെൺകുട്ടികളെ പ്രാപ്തരാക്കുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേ ഇനി നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലവും ഈ പറയുന്ന പോലെ നമ്മൾ തെളിവുകളും സാക്ഷികളും എല്ലാം കൊണ്ട് കോടതിയുടെ മുമ്പിൽ കൈവെള്ളയിൽ കൊണ്ട് കൊടുത്താൽ എങ്കിൽ ഞാൻ അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ കാലവും നമുക്കിപ്പോൾ കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിയമത്തെ ഭയമില്ലാതെയായിരിക്കുന്നു. യാതൊരു ഭയവുമില്ല പൊതുജനത്തിന്. അത് ചെറിയ കുട്ടികൾക്കാവട്ടെ വയസ്സായവർക്കാവട്ടെ ആർക്കാണെങ്കിലും നിയമം എന്നൊരു കാര്യത്തെക്കുറിച്ച് ആർക്കും ഭയമില്ലാതായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്വയം പര്യാപ്തരാവുക, നമ്മൾ സ്വയം പ്രാപ്തരാവുക എന്നത് മാത്രമാണ്. ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പെൺകുട്ടിയാണ് എന്നല്ല നിങ്ങൾ വളരേണ്ടത്. നിങ്ങൾ വളരേണ്ടത് ഞാൻ ഈ രാജ്യത്ത് എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും അനുഭവിച്ച് എല്ലാവർക്കും ജീവിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ എനിക്കും ലഭിക്കണം എന്ന് കരുതി തന്നെ നിങ്ങൾ ശക്തരായി ജീവിക്കുക. അതല്ലാതെ അയ്യോ ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് അങ്ങോട്ട് നോക്കിയാൽ അപകടം, ഇങ്ങോട്ട് നോക്കിയാൽ അപകടം, മുമ്പോട്ട് നോക്കിയാൽ പുറകോട്ട് നോക്കിയാൽ എല്ലാം നമ്മളെ വലിച്ചു കീറാനായിട്ട് കുറേ ആളുകളും അതിനു ചുറ്റും ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല കേസുകളും ഇത്തരത്തിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥ കാരണം അറിയപ്പെടാതെ പോകുന്നുണ്ട്. ഒരുപാട് കേസുകൾ പുറത്തറിയപ്പെടാതെ പോകുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലുള്ളവർ പറയുന്നുണ്ട്, ഇവിടെയൊക്കെ നടക്കുന്ന അനീതികൾ ഞങ്ങളാരും പുറത്ത് പറയാത്തതാണ്, പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജിഷ കേസിന് ശേഷവും ഇത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഇനിയും നോക്കിക്കൊള്ളൂ, ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഇന്ന് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വക്കീൽ സംസാരിക്കും തോറും അല്പമായിട്ട് ഇനി 1% പോലും നമുക്ക് നീതി ലഭിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്, ദൈവമേ ഇനി എവിടെയൊക്കെയാണ് ഇരകൾ ഉണ്ടാവാൻ പോകുന്നത്. ഒരു വലിയൊരു ആത്മവിശ്വാസമാണ് ഇവിടെ ഇത്തരത്തിലുള്ള നമ്മൾ എന്താ അവരെ പറയേണ്ട, കാബാലികർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു വലിയൊരു ആത്മവിശ്വാസമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇരകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദില്ലി പെൺകുട്ടിയുടെ സംഭവത്തിന് ശേഷം ഏറെ നാളിന് ശേഷം ജിഷ കേസ് നമ്മൾ വിചാരിച്ചോ, ദില്ലി പെൺകുട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചോ സൗമ്യയുടെ കേസ് നടക്കുമെന്ന് വിചാരിച്ചോ? സൗമ്യയുടെ കേസ് കഴിഞ്ഞപ്പോൾ
ജിഷ കേസ് ഉണ്ടായി. വിചാരിച്ചോ? പക്ഷേ ജിഷ കേസിന് ശേഷവും നിരവധിയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ മൗനമായി അവഗണിക്കുന്ന നിരവധി പേരുണ്ട്. അതിന് നിശബ്ദരായി അവഗണിക്കുകയും എന്നിട്ട് ഫേസ്ബുക്കിൽ കയറി ഗോവിന്ദചാമിയെ തരൂ, ഞങ്ങൾ കഴുത്ത് വെട്ടി കൊല്ലാം, ജിഷ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ തരൂ, ഞങ്ങൾ പബ്ലിക്കായി തൂക്കിലേറ്റാം എന്ന് ഗർജിക്കുന്ന ചില സിംഹങ്ങളുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം പ്രവർത്തിക്കാൻ വയ്യാത്തിടത്ത് ഇത്തരം വൃത്തികെട്ട വാക്കുകളും വാചകങ്ങളും ഫേസ്ബുക്കിൽ കോറിയിട്ട് ആത്മരതിയും ആത്മനിർവൃതിയും കൊള്ളുന്നിടത്താണ് ഒരർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയും കൂടി ചെയ്യുന്നത്. സുഭാഷ് ചന്ദ്രൻ ദില്ലിയിൽ നിന്ന്. സുഭാഷ്, ഒരു പക്ഷേ എന്താകും നിലവിലെ സുപ്രീം കോടതിയിലെ സാഹചര്യങ്ങൾ? ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ എന്താണ് കരുതുന്നത് സുഭാഷ്? തീർച്ചയായും 3 മണിക്ക് സുപ്രീം കോടതി കേസ് പരിഗണിക്കും എന്ന് പറഞ്ഞാൽ 3 മണിക്ക് തന്നെ ഇപ്പോൾ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. നേരത്തെ ഈ കേസിൽ വാദം നടക്കുന്ന സമയത്ത് അത് കേൾക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നെ നിങ്ങളുടെ ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കണമെന്നുള്ള ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയുടെ ഭാഗമായി ഇന്ന് ആ കേസിനകത്ത് പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു വിഷമത്തിൽ കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഏതായാലും ആ കേസ് 3 മണിക്ക് തന്നെ 3 മണിക്ക് കൃത്യമായി പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക സമയം നിശ്ചയിച്ചാണ് കോടതി ഇന്ന് ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിക്ക് തന്നെ കേസിനകത്തുള്ള വാദം പ്രാരംഭവാദം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. എന്തായാലും ഇപ്പോൾ എൻ്റെ മറ്റു സുഹൃത്തുക്കളെല്ലാം തന്നെ കോടതി മുറിക്ക് അകത്തായതുകൊണ്ട് ആരെയും മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ കേസിൻ്റെ പ്രാരംഭവാദം ആരംഭിച്ചിരിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. പിന്നെ മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ഭാഗ്യലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുകയുണ്ടായി, പിന്നെ ഈ എൻ്റെ ചർച്ചകൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ വളരെയധികം നിരാശ വരുന്നു, അതല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു പരാമർശം ടീച്ചറുടെ ഭാഗത്തുണ്ടായി. അത്തരത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതില്ല. നമുക്കെല്ലാവരും കൂട്ടായി തന്നെ കേരളത്തിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളീയ സ്ത്രീകളുടെ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അത് സ്ത്രീകൾക്കൊപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാർ കൂടി ഇക്കാര്യത്തിനകത്ത് സമഗ്രമായ മാറ്റങ്ങൾക്ക് വേണ്ടി വലിയൊരു പങ്കുവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഒരുമിച്ച് കൂട്ടായി ഇത്തരത്തിലുള്ള പോരായ്മകളെ മറികടന്നുകൊണ്ട് ഭാവിയിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള പിഴവുകൾ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ സമഗ്രമായ കുറ്റാന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരികയും വിചാരണ നടപടികൾ പഴുതടച്ച വിചാരണ നടപടികളിലൂടെ അവർക്ക് പൂർണ്ണമായ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിനാവശ്യമായ നമ്മുടെ നിയമ സംവിധാനങ്ങളെയും നിയമപാലകരെയും ഈ കേസന്വേഷണ സംഘങ്ങളെയും അതോടൊപ്പം തന്നെ ഈ കേസ് കോടതിയിൽ അവതരിപ്പിക്കുന്ന അഭിഭാഷകരെയും എല്ലാം നമുക്ക് സജ്ജരാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായുള്ള നടപടികളാണ്, അതിനാവശ്യമായ സമ്മർദ്ദങ്ങളാണ് നമുക്ക് സർക്കാരിൻ്റെ മേൽ, സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും എല്ലാ സർക്കാരുകളുടെ മേലും നമുക്ക് ചെലുത്തേണ്ടതുണ്ട്. ഭാവിയിലെങ്കിലും ഇത്തരത്തിൽ പഴുതടച്ചുള്ള ഒരു നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമുക്ക് കൂട്ടായി നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഭാഷ്, ഒരു കാര്യം കൂടി, ഈ സാമാന്യ ബുദ്ധിക്കപ്പുറം പ്രത്യക്ഷമായ തെളിവുകളെ ആശ്രയിക്കുന്ന പരമ്പരാഗതമായ രീതി ഉപേക്ഷിക്കേണ്ട കാലങ്ങളെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ സജീവമായി നടന്നിട്ടുണ്ട്. ഈ ദില്ലി കേസ് മുതൽ ജിഷയുടെ കേസ്, ഏറ്റവും ഒടുവിൽ ഈ ജിഷയുടെ കേസ് വരെയുള്ള ഒരു വൈരുദ്ധ്യത്തിൽ പരിശോധിച്ചാൽ അങ്ങനെയുള്ള നിയമപരമായ ചർച്ചകളെ എങ്ങനെയാണ് പൊതുവിൽ കാണാനാവുക? അരുൺ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾ, നിയമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇത്തരത്തിലുള്ള വിചാരണ നടപടികളും തെളിവുകളുടെയും ഒക്കെ ഭാഗമായുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെയുള്ളത് പറയുന്ന സമയത്ത് തന്നെ ശിക്ഷാവിധിക്കകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. വധശിക്ഷ ഒഴിവാക്കണമെന്നുള്ള ചർച്ചകൾ വരെ നമ്മുടെ സമൂഹത്തിനകത്ത് വളരെ സജീവമായി നടക്കുകയും നിയമ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ലോ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അത് സജീവമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ലോ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടെ വധശിക്ഷയെ സംബന്ധിച്ചുള്ള വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മൂർത്തമായ ഫലം വരുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു മൂർത്തമായുള്ള മാറ്റം വരുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ദൗർബല്യമായി നാം കാണേണ്ടത്. വളരെ സജീവമായുള്ള ചർച്ചകളും വളരെ സജീവമായുള്ള മാറ്റങ്ങളും നമ്മുടെ നിയമ സംവിധാനത്തിനകത്തും ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്കകത്തും വരുത്തേണ്ടതുണ്ട്. പക്ഷേ അതിനാവശ്യമായുള്ള ചർച്ചകൾ തുടങ്ങി വയ്ക്കുന്ന സമയത്ത് തന്നെ
അത് വളരെയധികം സമയമെടുത്തുകൊണ്ട്, വർഷങ്ങൾ നീണ്ട സമയമെടുത്തുകൊണ്ട് അതിനകത്തുള്ള ഒരു തീരുമാനമെടുത്തു വരുമ്പോഴേക്കും പതിറ്റാണ്ടുകൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. അതിന് മാറ്റം വരുത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടായി ഇടപെടേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ കൂട്ടായ ഇടപെടലുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങൾക്കും വഴിതെളിക്കുക എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയവായി തുടരുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വധശിക്ഷ എന്നതിനപ്പുറം എപ്പോഴും ചിന്തിക്കുന്നത് തന്നെയാണല്ലോ, ഈ സാമാന്യ ബുദ്ധിക്കപ്പുറം പ്രായോഗികമായ ബുദ്ധി പരിഗണിച്ച് വിധിക്കേണ്ട പല കേസുകളുണ്ട്. അത്തരത്തിലാണ് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് എപ്പോൾ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നതൊക്കെ ഒരു മരീചികയായി നമുക്ക് മുന്നിൽ നിലവിൽ നിൽക്കുകയാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്താണ് സാർത്ഥകമായ അർത്ഥത്തിൽ ഈ ശിക്ഷകളൊക്കെ കൃത്യമായി വിധിക്കപ്പെടുകയും അതിൻ്റെ അർത്ഥത്തിൽ ലഭിക്കുകയും ചെയ്യുക. അത് എങ്ങനെ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ചർച്ച തുടങ്ങിയിട്ട് കുറേ നാളായി. ഇത് അധരവ്യായാമം എന്നതിന് അപ്പുറത്തേക്ക് ഒന്നും എത്തുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇവിടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ട് കാലം എത്രയായി? നമുക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ ആരാച്ചാരന്മാരും ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇന്ന് സത്യത്തിൽ കുറ്റവാളികൾക്ക് ഒരു സുഖവാസ കേന്ദ്രമാണ് ജയിൽ ശിക്ഷ. അത് ഈ ഗോവിന്ദചാമിയുടെ 2 കാലഘട്ടത്തിലെ ഫോട്ടോ പരിശോധിച്ചാൽ ഇതിനു മുൻപും ഇതിനു ശേഷവും എന്ന് പറഞ്ഞു കാണിച്ചാൽ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഒരു ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് ഗോവിന്ദചാമിയെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നരാധമന്മാർക്ക് ഇതൊന്നും വലിയ ശിക്ഷയൊന്നുമല്ല. കാരണം ഇതിനു മുൻപ് ഗോവിന്ദചാമി തെരുവിലുറങ്ങിയും ഭിക്ഷയെടുത്തും പിടിച്ചു പറിച്ചും ജീവിച്ചു കൊണ്ടിരുന്ന ഒരാളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിനകത്തിട്ട് നല്ല താമസം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം. ഒരു മനുഷ്യന് ഇതിനപ്പുറം എന്താണ് വേണ്ടത്? അവിടെ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? സൗമ്യയുടെ കുടുംബക്കാരാണ് ശിക്ഷിക്കപ്പെട്ടത് അല്ലേ? അല്ലെങ്കിൽ ഡൽഹി പെൺകുട്ടി, അല്ലെങ്കിൽ ജിഷയുടെ വീട്ടുകാർ, ഇവരൊക്കെയാണ്. അതായത് എപ്പോഴും ഈ പറയുന്ന പോലെ ഇരകളാണ് ശിക്ഷിക്കപ്പെടുന്നത്. കുറ്റവാളികൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിയമത്തിന് മുൻപിൽ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ആലോചിക്കും, ഇവനെ ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ഇതിങ്ങനെ കിടക്കും, അത്രയേ ഉള്ളൂ. തൂക്കിക്കൊല്ലുക എന്ന് പറയുന്നത് എന്നാണിത് സംഭവിക്കാൻ പോകുന്നത് എന്നും അറിയില്ല. എന്തായാലും നമ്മളൊരു ദയനീയ അവസ്ഥയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ ഇടയ്ക്ക് ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഉള്ളൊരു ആളെന്നോട് പറഞ്ഞതാ, ഇവിടെ എത്ര പെൺകുട്ടികൾ സ്വന്തം അച്ഛൻ്റെ മക്കളെ പ്രസവിച്ചതായിട്ട് അറിയാമോ? എത്ര പെൺകുട്ടികൾ സഹോദരൻ്റെ മക്കളെ പ്രസവിച്ചിട്ടുണ്ട്? ഒന്നും പുറത്തറിയപ്പെടാതെ പോകുന്നത്. പുറത്തറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതാ പറയണേ, നമ്മുടെ ഇന്ത്യയിൽ മാത്രം നടക്കുന്നൊരു പ്രതിഭാസം. നമ്മളെല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, എനിക്ക് നേരെ വരുന്ന എന്ത് പ്രതിരോധവും ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു ഭാവത്തിലേക്ക് നമ്മൾ പോവുകയേ നിവർത്തിയുള്ളൂ. ചിന്ത ഇതിനിടയ്ക്കാണ് എങ്കിൽ പോലും ശ്രീമതി ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ച വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത്. അതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും അല്ലെങ്കിൽ ഫോളോ അപ്പ് പോലും തുടർന്ന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പരമ്പരാഗത അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്നുള്ളത് കൊടുക്കുന്ന തരത്തിലുള്ള പരമ്പരാഗത ശിക്ഷാവിധി ഇക്കാര്യത്തിൽ നടപ്പാക്കണം എന്ന അഭിപ്രായമൊന്നും ഒരു വലിയ വിഭാഗത്തിന് പോലും ഇല്ല, അത് പിന്തുടരണം എന്ന്. പക്ഷേ യുക്തിസഹമായ വിധികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത് അതിനെ? വിധികളെ സംബന്ധിച്ചൊരു വലിയ അക്കാദമിക് ചർച്ചയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. വധശിക്ഷയെ സംബന്ധിച്ചൊക്കെ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പല പരിഷ്കൃത രാജ്യങ്ങളിലും വധശിക്ഷ നടപ്പിലാക്കുന്നില്ല. വധശിക്ഷ എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരേണ്ട ഒരു മേഖല തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതി അനുസരിച്ച് ഇവിടുത്തെ പരമോന്നത ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്. സൗമ്യയുടെ ഘാതകനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പരമോന്നത ശിക്ഷ ലഭിക്കേണ്ട ആൾ തന്നെയാണ്. ഇനി ഇന്ത്യൻ സാഹചര്യത്തിൽ ഏത് ശിക്ഷയാണോ നിലനിൽക്കുന്നത് അത് ലഭിക്കേണ്ട ആൾ തന്നെയാണ്. കാരണം അത്രയേറെ പൈശാചികമായ, അത്രയേറെ ക്രൂരമായ കുറ്റം തന്നെയാണ് സൗമ്യയുടെ ഘാതകൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ശിക്ഷകൾ റിവൈസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വേദിയൊരുക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അത് മറ്റൊരു അക്കാദമിക് വിഷയമായി കാണുകയും നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൗമ്യയുടെ ഘാതകൻ അദ്ദേഹം ചെയ്ത തെറ്റ്
അത് എന്താണെന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞതാണ്, മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതാണ്, ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. അത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കോടതികൾ തയ്യാറാകണം എന്ന അഭിപ്രായമാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒന്ന് ഭാഗ്യേച്ചി ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഞാൻ യൂത്ത് കമ്മീഷൻ്റെ അധ്യക്ഷ പദം ഏറ്റെടുത്ത ശേഷം ഇവിടെ തിരുവനന്തപുരത്ത് നിർഭയ ഹോമിൽ പോയി. അവിടെ ചെന്നപ്പോൾ കാണുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ എല്ലാവരും സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വളരെ മിടുക്കികളായിട്ട് പഠിക്കുന്ന, അതിൽ 4 പേർക്ക് സ്കോളർഷിപ്പ് കിട്ടി ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ബാക്കിയുള്ളവർ പരിചയപ്പെടുത്തിയിൽ നിന്നും വ്യത്യസ്തമായി ഈ 4 കുട്ടികൾ സെൽഫ് ഇൻട്രഡക്ഷൻ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ അത്ര അവർ വളരെ കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന കുട്ടികളാണ്. പക്ഷെ അവിടെയും ഞാൻ ഞെട്ടിയ സംഭവം എന്ന് പറയുന്നത്, അവിടെ നോക്കുന്ന ഉഷ ചേച്ചി അവർ സൂചിപ്പിച്ചതെന്ന് പറയുന്നത്, ഇതിൽ വിരലിലെണ്ണാവുന്നതിനപ്പുറമുള്ള കുട്ടികളെ പീഡിപ്പിച്ചിരിക്കുന്നത് അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്. ഇവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല വീട്ടിലേക്ക്. ഇവർ 18 വയസ്സായി, ഇവർ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോന്നു, തൊഴിൽ നേടിയാലും ഇവർക്ക് ചെന്ന് കയറാൻ ഒരു അഭയ കേന്ദ്രമില്ല. അച്ഛൻ അല്ലെങ്കിൽ ഇളയച്ഛൻ, ഞെട്ടിപ്പിക്കുന്ന ചിലയിടത്ത് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സ്വന്തം ചോരയിൽ നിന്ന് പോലും പീഡനം ഏറ്റുവാങ്ങിയ കുട്ടികളാണ് അന്ന് ഞങ്ങൾക്ക് മുമ്പിൽ നൃത്തം കളിച്ചതെന്നൊക്കെ ഓർക്കുമ്പോൾ വലിയ വിങ്ങലോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്ക് വന്നത്. അത്തരം ഒരുപാട് അനുഭവങ്ങൾ, ഒരുപക്ഷെ സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുമ്പോൾ അതിന് തികച്ചും വിരുദ്ധമായ സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കെട്ടുകഥയൊന്നുമല്ല, പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും സൗമ്യയുടെ അമ്മ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. വിധി എന്ത് തന്നെ ആയാലും അതിനെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുക എന്ന സാഹചര്യം കൂടി നിലവിൽ സംജാതമാകുന്നു. നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ